لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? നമുക്ക് ജീവിതത്തിൽ നേടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും നേട്ടവും എന്താണ്? പല ആളുകളോടും നമ്മൾ ഈ ചോദ്യം ചോദിച്ചാൽ പല തലങ്ങളിൽ നിന്നാണ് പലരും ഉത്തരം പറയുക. നല്ല സാമ്പത്തിക സൗകര്യം ലഭിച്ചാൽ ഒരു കാര്യത്തിനും ഒരു മുട്ടും ബുദ്ധിമുട്ടും ഒന്നുമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹവും സൗഭാഗ്യവുമാണെന്ന് നല്ലൊരു ശതമാനം ആളുകൾ വിലയിരുത്തും. നല്ല ഭാര്യ, ഭർത്താവ്, മക്കൾ, നല്ല സമാധാനപരമായ ഒരു കുടുംബാന്തരീക്ഷം ലഭിച്ചാൽ അതൊരു വലിയ ഭാഗ്യമാണ് എന്ന് എല്ലാവരും വിലയിരുത്തും. നല്ല വിദ്യാഭ്യാസവും സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടായാൽ അത് വലിയ നേട്ടമാണെന്ന് വിലയിരുത്തുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ മനുഷ്യന് ദുനിയാവിൽ ലഭിക്കുന്ന ചില സൗകര്യങ്ങളും നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ തന്നെയാണ്. അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷെ ജീവിതത്തിൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ആ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഹിദായത്ത് നമ്മൾക്ക് ലഭിക്കുക എന്നത്. ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമികമായി ജീവിച്ച് മരിക്കാൻ കഴിയുക, അതിനേക്കാൾ വലിയൊരു നേട്ടവും അനുഗ്രഹവും ഒരു മനുഷ്യന് ജീവിതത്തിൽ നേടിയെടുക്കാനില്ല. അതിൻ്റെ മേലെ നിൽക്കുന്ന ഒന്നും ജീവിതത്തിൽ ഇല്ല തന്നെ. അത്ര വലിയൊരു നേട്ടമാണ് ഹിദായത്ത്, ഇസ്ലാമിലേക്കുള്ള മാർഗദർശനം നമ്മൾക്ക് ലഭിക്കുക എന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുക.
നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ, കൂടെ കളിച്ച് നടന്നിരുന്ന ആളുകൾ, ഇപ്പോഴും നമ്മളുടെ കൂടെ ജോലി ചെയ്യുകയും പല ഇടപാടുകളും ജീവിതത്തിൽ നടത്തുകയും ചെയ്യുന്ന പലതരത്തിലുള്ള മനുഷ്യന്മാർ, നമ്മളെക്കാളേറെ വലിയ സ്ഥാനമാനങ്ങളും വലുപ്പവും സാമ്പത്തിക സൗകര്യങ്ങളും ഒക്കെയുള്ള മനുഷ്യന്മാർ, ഇതൊക്കെ നമ്മൾ നിത്യവും കാണുന്നതാണ്. പക്ഷെ ഈ ആളുകൾക്കൊക്കെ ഇവർക്കാർക്കും ലഭിക്കാത്ത ഒരു വലിയ അനുഗ്രഹം പടച്ചവൻ നമ്മൾക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. അത് ഇസ്ലാമിലേക്ക് നമ്മെ അള്ളാഹു വഴി കാണിച്ചു എന്നത് മാത്രമാണ്. അത് തന്നെയാണ്. ഹിദായത്ത് ലഭിച്ചു എന്നതിനേക്കാൾ വലിയൊരു വലുപ്പമുള്ള നേട്ടം നമ്മൾക്കാർക്കും ജീവിതത്തിലില്ല. അത് ലഭിക്കാതെ, ഹിദായത്ത് ലഭിക്കാതെ നേരത്തെ പറഞ്ഞ ഏത് കാര്യം നമ്മൾക്ക് ലഭിച്ചാലും അതൊക്കെ വളരെ നിസ്സാരവും ചെറുതുമാണ്. ഹിദായത്ത് കിട്ടുക എന്നത് തന്നെയാണ് പരമപ്രധാനമായ കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾക്ക് ഹിദായത്ത് ലഭിച്ചില്ല, നമ്മളാരും മുസ്ലിങ്ങളായില്ല, മുഅ്മിനുകളായില്ല എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ? നമ്മൾക്ക് ആർക്കും ഈ ഭാഗ്യം സിദ്ധിച്ചില്ല. നമ്മളാരും പുതുതായിട്ട് പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നവരല്ല. ഒന്നോ രണ്ടോ പേര് അങ്ങനെയൊക്കെ ഉണ്ടാകാം. നമ്മൾക്ക് ജനിക്കുമ്പോഴേ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചവരാണ്. ആ ജനിച്ചത് കൊണ്ട് നമ്മൾ ഇതിൽ നിൽക്കുന്നു. പക്ഷെ ആ ഒരു ഭാഗ്യം നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ലഭിക്കാത്ത ആളുകൾക്ക് ഇത് പഠിച്ചു വന്ന് മനസ്സിലാക്കി ഇതിലേക്ക് വരാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. ഇതിൽ ജനിച്ചിട്ടും അതുപോലെ ജീവിക്കാതെ ആ ദീൻ ഹിദായത്ത് നഷ്ടപ്പെടുത്തിയ ആളുകളുമുണ്ട്. ഇതിനിടക്കാണ് പടച്ചവന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾക്കൊക്കെ ഇസ്ലാമായി ജീവിക്കാനും തൗഹീദും ദീനും ഒക്കെ കൊണ്ടു നടക്കാനും ഈമാൻ സ്വീകരിച്ച് നടക്കാനും സൗഭാഗ്യം ലഭിച്ചത്. ഇതിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്തൊരു വിഷയം. വേറെ ഏതിന് നന്ദി പറയുന്നതിനേക്കാൾ കൂടുതൽ പടച്ചവനോട് നന്ദി പറയേണ്ടത് നമ്മൾക്ക് ഹിദായത്ത് ലഭിച്ചതിന്റെ പേരിൽ മാത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഉണ്ടായിരുന്ന പല ആളുകളും മുസ്ലിങ്ങളായിരുന്നില്ല. നബിയുടെ പിതാവിന്റെ സഹോദരന്മാർ ചിലരൊന്നും മുസ്ലിങ്ങളല്ല, മൂത്താപ്പമാർ പലരും മുസ്ലിങ്ങളല്ല. അബൂ താലിബ് വളരെ പ്രസിദ്ധനാണ്. നബിയുടെ ഏറ്റവും വലിയ മൂത്താപ്പയായിരുന്നു അബൂ താലിബ്. വളരെ മാന്യനായ മനുഷ്യൻ, നല്ല സ്വഭാവമുള്ള മനുഷ്യൻ, അറബികളുടെ സർവാംഗീകൃതനായ നേതാവ്, എല്ലാവരും അംഗീകരിക്കുന്ന നേതാവ് അബൂ താലിബ്. കഅബ പരിപാലിച്ച് നടന്നിരുന്ന ആള്. നമുക്ക് അദ്ദേഹം മുസ്ലിം അല്ല. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. ഇസ്ലാമിക ദീൻ പ്രബോധനം ചെയ്യാൻ റസൂലുള്ളാഹിക്ക് പിന്തുണ കൊടുത്തു. അദ്ദേഹത്തിന് എതിരിൽ വന്ന അക്രമങ്ങളെ അദ്ദേഹം പ്രതിരോധിച്ചു, ഒക്കെ ചെയ്തു. പക്ഷെ മുസ്ലിമായില്ല. അള്ളാഹുവിന്റെ റസൂല് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അദ്ദേഹം ഒന്ന് മുസ്ലിമായി കാണണമെന്ന്. അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ സന്ദർശിച്ചു. അദ്ദേഹം പറഞ്ഞു, യാ അമ്മ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ ഉഹാജ്ജു ലക ഇൻദല്ലാഹ്. മുതാപ്പ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, ഒന്ന് പറയണം. അത് എന്നാൽ ആ വാക്ക് വെച്ച് നിങ്ങൾ ആ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പടച്ചവനോടൊന്ന് തർക്കിച്ചു നോക്കുകയെങ്കിലും ചെയ്യാന്ന ഒരു ആഗ്രഹം പറയാണ് റസൂലുള്ളാഹ്. പക്ഷെ അദ്ദേഹം അത് ചൊല്ലിയില്ല. ചുറ്റുഭാഗത്തും ഏറ്റവും പ്രമുഖരായ സമൂഹത്തിലെ നേതാക്കന്മാർ ഇരിക്കുന്നു. അവർ ചോദിച്ചു, അബ്ദുൽ മുത്തലിബിന്റെ മതം വിട്ടുപോവാണോ അവസാന കാലത്ത്? നബി ഇത് ചെല്ലാൻ പറയുമ്പോൾ അവരത് ചോദിക്കുകയാണ്. അവസാനം അദ്ദേഹം അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബിന്റെ വഴിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു. നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞുപോയി.
മൂത്താപ്പയാണ്. ഇവർക്കൊരു വൈകാരിക ബന്ധം ഉണ്ടാവും. മുസ്ലിം ആകണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചു റസൂല്. അള്ളാഹുവിന്റെ റസൂല് ഇറങ്ങിപ്പോരുമ്പോ അള്ളാഹുവിന്റെ ആയത്ത് ഇറങ്ങി. എന്താ ആയത്ത് അറിയോ? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ. മുഹമ്മദേ, നീ ഉദ്ദേശിക്കുന്ന ഒരാളെ ഹിദായത്തിലാക്കാൻ നിനക്ക് കഴിയില്ല. വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കുന്നതാണത്. അത് കിട്ടിയാൽ ഭാഗ്യമാണ്. നമുക്ക് നമ്മളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകാരമുള്ള ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിൽ അംഗത്വമുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ അംഗത്വമുള്ള ആളുകളാണ് നമ്മൾ. ആ സൗഭാഗ്യം പടച്ചവൻ നമ്മൾക്കാണ് തെരഞ്ഞെടുത്ത് നൽകിയത്. അത് നമ്മളുടെ യോഗ്യത കൊണ്ടല്ല. നമുക്ക് അങ്ങനെ ഒരു യോഗ്യതയുമില്ല. നമ്മളെക്കാൾ യോഗ്യതകൾ പലർക്കും ഇത് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മളെ അള്ളാഹു തെരഞ്ഞെടുത്തല്ലോ ഇതിന്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദ. ഞങ്ങൾ ഇതിന് തെരഞ്ഞെടുത്ത അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറയാൻ നമ്മൾക്ക് ബാധ്യതയുണ്ട്. ഏറ്റവും നന്ദി കാണിക്കേണ്ട ഭാഗം അള്ളാഹു നമ്മൾക്ക് ഹിദായത്ത് ഇസ്ലാമിലേക്ക് നൽകി എന്നത് തന്നെയാണ്. ആ ഹിദായത്ത് മറന്നു പോവാതെ, അത് കെടാതെ സൂക്ഷിക്കാൻ, നഷ്ടപ്പെടാതെ, കൈമോശം വരാതെ സൂക്ഷിക്കാൻ നമ്മൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നമ്മൾ വിസ്മരിക്കാതെ അള്ളാഹുവിനോട് അത് സ്ഥിരപ്പെടുത്തി തരാൻ നമ്മൾ ആവശ്യപ്പെടുന്നു. നമുക്ക് നമ്മൾ 5 നേരവും നമസ്കരിക്കാറുണ്ട്. അല്ലാത്ത നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, എല്ലാ നമസ്കാരവും പല തരത്തിലുള്ള നമസ്കാരമുണ്ട്. ഈ നമസ്കാരത്തിലൊക്കെ ഉള്ളൊരു പ്രാർത്ഥന എന്താ പറയുക? നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ അല്ലാത്തൊരു നമസ്കാരവും ഇല്ല. എല്ലാ നമസ്കാരത്തിനും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം. അതിലൊരു വരി എല്ലാ പ്രക്കാരത്തിലും നമ്മൾ ചൊല്ലി, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തണേ, ഹിദായത്ത് നടത്തണേ എന്ന്. ഇതാരാ പ്രാർത്ഥിക്കുന്നത്? കാഫിറുകളായ ആളുകളല്ല, മുസ്ലിങ്ങളായ ആളുകളാണ് ഈ പ്രാർത്ഥിക്കുന്നത്. അവരാണ് നമസ്കരിക്കുന്നത്. ആ നമസ്കാരത്തിലും അവർ പറയുന്നത്, പടച്ചവനെ ഞങ്ങളെ ഹിദായത്തിന്റെ വഴിയിൽ നിർത്തണേ എന്നാണ്. അപ്പൊ ഇപ്പോഴുള്ളത് എന്താണ്? ഹിദായത്തിന്റെ വഴിയാണ്. ആ ഹിദായത്തിന്റെ വഴിയിൽ നിൽക്കുമ്പോഴും വീണ്ടും വീണ്ടും നമ്മൾ ഓരോ ദിവസവും എത്രയോ തവണ, ഏറ്റവും ചുരുങ്ങിയ നിർബന്ധ നമസ്കാരത്തിൽ 17 തവണ, സുന്നത്ത് നമസ്കാരങ്ങൾ, വേറെ നമസ്കാരങ്ങളിലൊക്കെ, മയ്യത്ത് ഒക്കെ, പടച്ചവനെ ഞങ്ങളെ ഹിദായത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഈ ഹിദായത്ത് എപ്പോ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടാം.